ആരാ? എന്ത് വേണം? നമസ്കാരം സാർ, ഞാൻ ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയിൽ നിന്നും മാൻഡേറ്ററി ഇൻസ്പെക്ഷന് വേണ്ടി വന്നതാണ്. ഞാൻ വൈഫിനെ ഒന്ന് വിളിക്കട്ടെ. ഓക്കെ. നമസ്കാരം മാഡം, ഞാൻ ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയിൽ നിന്നും മാൻഡേറ്ററി ഇൻസ്പെക്ഷന് വേണ്ടി വന്നതാണ്. മാഡം, കമ്പനിയുടെ നിർദ്ദേശപ്രകാരം ഗ്യാസ് കണക്ഷൻ ശരിയായ രീതിയിലാണോ ഉപയോഗിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധന നടത്തി കമ്പനിക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇതിനായി മാൻഡേറ്ററി ഇൻസ്പെക്ഷൻ ചാർജായി 150 രൂപ ഫീസ് നൽകണം. ആ ഗ്യാസ് കണക്ഷൻ ഒന്ന് കാണിക്കാമോ? ശരി, കേറി വാ. മാഡം, ആ ഗ്യാസിന്റെ ബുക്ക് ഒന്ന് കാണിക്കാമോ? പിന്നെന്താ, തീർച്ചയായും. മാഡം, സിലിണ്ടർ എപ്പോഴും നേരെ തന്നെ വയ്ക്കണം. ശരി. സിലിണ്ടറിന് മുകളിൽ ഇതുപോലെ തീ കത്തിപ്പിടിക്കുന്ന വസ്തുക്കളൊന്നും വെക്കാൻ പാടില്ല. ശരി. മാഡം, അതുപോലെ തന്നെ കിച്ചണിൽ ജനലും വാതിലും നമ്മൾ എപ്പോഴും തുറന്നു തന്നെ ഇടണം. ശരി. സാർ, ഈ സിലിണ്ടർ ഇപ്പോൾ ശരിയായ രീതിയിലാണ് ഇരിക്കുന്നത്. ഇത് കബോർഡിലോ അടഞ്ഞ സ്ഥലത്തോ വെക്കാൻ പാടുള്ളതല്ല. ഓക്കെ. മാഡം, മാഡത്തിന് ഈ ട്യൂബിനെ കുറിച്ച് അറിയാമോ? ഇല്ല, കൂടുതലായിട്ടൊന്നും അറിയില്ല. മാഡം, ഇത് സുരക്ഷാ ട്യൂബാണ്. ഇതിന് 5 വർഷം കാലാവധി ഉള്ളതാണ്. ഇതിനകത്ത് മാനുഫാക്ചറിംഗ് ഡേറ്റും എക്സ്പയർ ഡേറ്റും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എലിയോ പാറ്റയോ മറ്റോ കടിച്ചാൽ ഈ ട്യൂബ് നശിക്കില്ല. ശരി. മാഡം, ഈ റെഗുലേറ്റർ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സീലുള്ള റെഗുലേറ്ററാണ്. ഇത് നമ്മൾ എപ്പോഴും വൃത്തിയായി തന്നെ സൂക്ഷിക്കണം. ഇതിന്റെ മുകളിലായി ഒരു ബ്രീത്തർ ഹോൾ ഉണ്ട്. ഇത് പൊടിയോ മറ്റോ കയറി അടഞ്ഞിരിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ലീക്കോ കംപ്ലൈന്റോ കാര്യങ്ങളോ തോന്നുകയാണെങ്കിൽ ഗ്യാസ് ഏജൻസിയിൽ നിന്നും മാറി മേടിക്കാവുന്നതാണ്. മാഡം, ഈ സ്റ്റൗ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. മാഡം, നമ്മളുടെ സ്റ്റൗ കത്തിക്കുമ്പോൾ എപ്പോഴും നീല തീജ്വാലയാണ് വരേണ്ടത്. ഇപ്പോൾ മാഡത്തിന്റെ സ്റ്റൗ കത്തിക്കുമ്പോൾ യെല്ലോ ഫ്ലെയിമാണ് വരുന്നത്. ഞാൻ താൽക്കാലികമായി റെഡിയാക്കി തരാം. പിന്നീട് ആവശ്യം വരുമ്പോൾ ഗ്യാസ് ഏജൻസിയിലെ മെക്കാനിക്കുമായി ബന്ധപ്പെട്ട് സർവീസ് ചെയ്യണം. ശരി. മാഡം, ഞാൻ താങ്കളുടെ ഗ്യാസ് സ്റ്റൗ സർവീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കത്തിച്ച് കാണിക്കാം. മാഡം, ഓരോ സിലിണ്ടറിലും എക്സ്പയറി ഡേറ്റ് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ABCD എന്ന് 4ആയി തരംതിരിച്ചിരിക്കുന്നു. ഈ സിലിണ്ടറിൽ നോക്കിയാൽ D21 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ഈ സിലിണ്ടറിന്റെ എക്സ്പയറി ഡേറ്റ് 2021 ഡിസംബർ മാസമാണ്. എല്ലാ സിലിണ്ടറിലും സ്വിച്ച് ഓഫ് റെഗുലേറ്റർ വെൻ നോട്ട് ഇൻ യൂസ് എന്ന് കാണാം. ഉപയോഗത്തിന് ശേഷം സിലിണ്ടർ നിർബന്ധമായും ഓഫ് ചെയ്തിടണം. സാർ, എല്ലാ LPG ഉപഭോക്താക്കൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ്. അതുകൊണ്ട് അഡ്രസ്സിലോ മറ്റോ മാറ്റം വരികയാണെങ്കിൽ അത് രേഖാമൂലം ഏജൻസിയെ അറിയിക്കേണ്ടതാണ്. സാർ, ഒരു സൈൻ ചെയ്യാമോ? ഞാൻ ബുക്കിനകത്ത് വന്ന ഡേറ്റ് എൻട്രി ചെയ്തിട്ടുണ്ട്. സാർ, ഒരു 150 രൂപ ഫീസ് അടയ്ക്കണേ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു മാഡം. വെൽക്കം.